നമസ്കാരം. രാജൻ ജോർജ് ഹോംസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കട്ടളയ്ക്കും ജനലിനും ഉള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ പറ്റിയാണ്. ഏതാണ് ഏറ്റവും നല്ലത്? ഒരു കമ്പാരിസനാണ്. നമുക്ക് നോക്കാം. കട്ടളയ്ക്ക് അതുപോലെ ജനൽ പാളികൾക്ക് എന്തെല്ലാം ഓപ്ഷനാണ് ഉള്ളത്. കൺവെൻഷനലായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നത് മരമാണ്. ഇടയ്ക്ക് കോൺക്രീറ്റ് വന്ന് കയറി. ഇപ്പോൾ കോൺക്രീറ്റ് ജനലുകൾ നല്ല വീടുകൾക്ക് ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. വളരെ ലോ കോസ്റ്റ് വീടുകൾക്ക് മാത്രമേ കോൺക്രീറ്റ് ജനലുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടളുകൾ ഉപയോഗിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് കോൺക്രീറ്റ് പെട്ടെന്ന് ഔട്ടായി പോയത്? അത് ഈ ഹിഞ്ചസ് പിടിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്. ഹിഞ്ചസ് പിടിപ്പിക്കുമ്പോൾ കോൺക്രീറ്റ് ബ്രേക്കായി പോകുന്നു. അങ്ങനെ നല്ല വീടുകളിൽ നിന്ന് കോൺക്രീറ്റ് കട്ടളുകളും ജനലുകളും പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ട്രെൻഡ് അയൺ ഓർ സ്റ്റീൽ ഫ്രെയിംസിൽ തീർക്കുക എന്നുള്ളതാണ്. അത് വളരെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഇത് എത്രമാത്രം നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഈ അയൺ ഡോഴ്സും വിൻഡോസും തുരുമ്പെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി. മരം എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും ടൈം ടെസ്റ്റഡ് ആണ്. നൂറ്റാണ്ടുകൾ നിലനിൽക്കും എന്ന്, വെള്ളമില്ലാതെ മരം പണിതാൽ നൂറ്റാണ്ടുകൾ നിലനിൽക്കും എന്ന് നമുക്കറിയാം. എന്നാൽ സ്റ്റീല് അതെത്ര നാൾ നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് പെയിന്റ് അടിച്ച് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നിലനിൽക്കാം. കോസ്റ്റ് എഫക്റ്റീവ് ആണോ? കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം മരത്തിൽ നമ്മൾ പെയിന്റ് ചെയ്യാൻ വിട്ടുപോയാലും ഒന്നും സംഭവിക്കില്ല. പെയിന്റ് ചെയ്തില്ലെങ്കിലും മരത്തിന് ഒരു ഡാമേജും ഉണ്ടാകില്ല. അതേസമയത്ത് അയണിൽ അല്ലെങ്കിൽ സ്റ്റീലിൽ ഉണ്ടാക്കുന്ന ഡോഴ്സും വിൻഡോസും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജ് ആവും. പിന്നെ അത് സെറ്റ് ചെയ്യുക വളരെ ദുഷ്കരമാണ്. കാരണം അത് ബോക്സുകളായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ഫിറ്റ് ചെയ്ത് നിറച്ചില്ലെങ്കിൽ അത് സൗണ്ട് കേൾക്കും. പിന്നെ അടുത്തത് UPVC ആണ്. UPVC മരത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൂടുതൽ സിറ്റികളിലാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ഇങ്ങനെ ഉള്ള നഗരങ്ങളിലാണ് UPVC കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? നഗരവാസികളിൽ മരം എന്ന് പറയുന്നത് വളരെ കിട്ടാൻ ബുദ്ധിമുട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് ഒരു ധാരണയുണ്ട്. അപ്പോൾ നമുക്ക് UPVC വയ്ക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും. UPVCയും അതിൻ്റെ ലൈഫ് എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതും റീസെൻ്റായിട്ടാണ് വളരെ വ്യാപകമായത്. UPVC ഉപയോഗിച്ചാലും അതിൻ്റെ ഗ്രില്ല് ഒരു പ്രശ്നമാണ്. ഗ്രില്ല് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. UPVC വിൻഡോസിൽ അത് ഗ്രില്ല് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് അലൂമിനിയമാണ്. അലൂമിനിയം കൊടുക്കുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഗ്രില്ല് കൊടുത്തിട്ട് അലൂമിനിയം പാനൽസ് ഉണ്ടാക്കുന്നതിനെ സാധിക്കുള്ളൂ. ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള മെറ്റീരിയലും അലൂമിനിയമാണ്. ഇനി നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള മരത്തിലേക്ക് പോകാം. ഏത് മരമാണ് നല്ലത്? മരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ആഞ്ഞിലി തടിയാണ്. എന്തുകൊണ്ടാണ്?
കേരളത്തിൽ കട്ടിളയ്ക്കും ജനലിനും ആഞ്ഞിലി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നതിന് കാരണം എന്താ? ആഞ്ഞിലത്തടി കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ടും ചീപ്പായിട്ടും കിട്ടുന്ന തടിയാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പ്രതിഭാസം ആണ് ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വലിയ പാടശേഖരങ്ങളാണ്. ഗോതമ്പ് പാടം, നെൽപ്പാടം, ചോളത്തിൻ്റെ പാടം. അവിടെയൊന്നും ആഞ്ഞിലി അതിൻ്റെ ഇടയ്ക്ക് വളരുന്നതിനുള്ള സാധ്യതയോ സാഹചര്യമോ ഇല്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ടും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന തടി എന്ന നിലയിൽ ആണ് ആഞ്ഞിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആഞ്ഞിലിക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്, കട്ടിളക്കാലിലും ജനൽക്കാലിലും എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രെയിമിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കതകിനോ ജനൽ പാളിക്കോ ജനലിൻ്റെ അടപ്പിനോ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കട്ടി ഉരുപ്പിടി അതൊരിക്കലും വട്ടക്കില്ല, വളയില്ല. എന്നാൽ ഒരു ചട്ടത്തിന്, ജനൽ ചട്ടത്തിനോ കതവിൻ്റെ ചട്ടത്തിനോ അത് ഉപയോഗിക്കാൻ പറ്റില്ല. എത്ര ക്വാളിറ്റി ഉള്ള തടിയാണെങ്കിലും അത് വട്ടച്ചു പോവും, അല്ലെങ്കിൽ വളഞ്ഞു പോവും. ഇനി നമുക്ക് മറ്റു തടികളിലേക്ക് നോക്കാം. തേക്ക് തടി. തേക്ക് തടിയും നാടൻ തേക്ക് കേരളത്തിൽ ഈ ആഞ്ഞിലി പോലെ തന്നെ സുലഭമായി അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് ആഞ്ഞിലി തടിയുടെ ഇരട്ടിയിൽ കൂടുതലാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധ്യമല്ല. തന്നെയുമല്ല, ഈ തേക്കിൻ്റെ തടി ഉപയോഗിച്ചതുകൊണ്ട്, കട്ടിളക്കാലിലും ജനൽക്കാലിലും തേക്കിൻ്റെ തടി ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഇല്ല താനും. ഡ്യൂറബിലിറ്റി ആഞ്ഞിലിക്കുമുണ്ട്. ഒരു നൂറ്റാണ്ട്, ഒരു വീടിൻ്റെ ലൈഫ്, ഒരു നൂറ്റാണ്ട് നല്ല ആഞ്ഞിലത്തടി ഈസി ആയിട്ട് നിലനിൽക്കും. പിന്നെ തേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ പ്ലാവാണ്. ഉരുളിൻ്റെ വില നോക്കിയാൽ ആഞ്ഞിലിക്കും പ്ലാവിനുമൊക്കെ ഏകദേശം ഒരേ വില ആണെന്ന് കാണാം. എന്നാൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരുമ്പോൾ പ്ലാവ് ആഞ്ഞിലിയുമായി നോക്കുമ്പോൾ വളരെ കോസ്റ്റ് കൂടുതലാണ്. കാരണം ആ തടിയുടെ പ്രത്യേകത അനുസരിച്ച് അതിന് ഒരുപാട് കേടുണ്ടാകും, വയറുണ്ടാവും. അത് നമ്മൾ ഉരുപ്പടിയാക്കി ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതും ഈ ഫ്രെയിമിന്, കട്ടിളയ്ക്കും ജനലിലും ഉപയോഗിക്കുക അത്ര സാധ്യമല്ല. പിന്നെ മഹാഗണിയാണ്. മഹാഗണിക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്, നല്ല ഓവർ സൈസിൽ നിന്ന് എടുത്തില്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യില്ല. ഓവർ സൈസിൽ നിന്ന് എടുത്താലും കുത്തിപ്പോകാം എന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് ട്രീറ്റ് ചെയ്താൽ കുത്തിപ്പോകത്തില്ല എന്ന ഒരു വിശ്വാസമുണ്ട്. എന്നാലും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. തന്നെയല്ല, മഴ നനഞ്ഞാൽ അത് പെട്ടെന്ന് അത് പ്രശ്നമാവും. പിന്നെ ഇമ്പോർട്ടഡ് തടികളാണ്. ഇമ്പോർട്ടഡ് ബർമ തേക്കുണ്ട്. പക്ഷെ കേരളത്തിലെ തേക്കുകളുടെ ക്വാളിറ്റി ഇല്ല. പിന്നെ പിൻകോഡ. പിൻകോഡ എന്ന് പറയുന്നത് തേക്കിൻ്റെ ഒരു കളർ ഉള്ളതുകൊണ്ട് അത് ചെറുതേക്ക് എന്ന പേരിൽ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കുറവാണ്, എന്നാലും ഇപ്പോഴും ഉപയോഗിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, കട്ടിളക്കാലിനും ജനൽക്കാലിനും നമുക്ക് എക്കണോമിക്കലായിട്ട് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ തടി ആഞ്ഞിലി വുഡാണ്. പക്ഷെ ആഞ്ഞിലി വുഡ് ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത് എത്ര ഇഞ്ച് വണ്ണമുള്ള തടിയിൽ നിന്ന് നമ്മൾ അത് എടുത്തു എന്നുള്ളതാണ്. ആഞ്ഞിലി വുഡിൻ്റെ വണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ മൂപ്പിന്, അതിൻ്റെ വളർച്ചയുടെ ഒരു അളവ് പോലാണ്. വണ്ണമുള്ള തടിയിൽ നിന്ന് എടുത്താൽ മാത്രമേ ആഞ്ഞിലി വുഡ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് വട്ടയ്ക്കാതെ വളയാതെ ഡ്യൂറബിളായിട്ട് നിൽക്കുകയുള്ളൂ. 30 ഇഞ്ച് 40 ഇഞ്ച്
50 ഇഞ്ച് വണ്ണമുള്ള തടിയിൽ നിന്ന് നമ്മൾ അറുത്ത് അത് ഉരുപ്പടിക്ക് ഉപയോഗിച്ചാൽ അത് ഡ്യൂറബിൾ ആകില്ല, വളഞ്ഞു പോവും, വട്ടച്ചു പോവും. പിന്നെ എത്ര ഇഞ്ച് വണ്ണമുള്ള തടിയിൽ നിന്ന് എടുക്കേണ്ടത്? ഒരു 80 ഇഞ്ച് 100 ഇഞ്ച് ആ റേഞ്ചിലുള്ള വണ്ണമുള്ള തടിയിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് മൂത്ത് മുറ്റി നിൽക്കുന്നത് കൊണ്ടാണ്. മൂത്ത് മുറ്റി കാതലുള്ള തടിക്ക് സീസണിങ് ആവശ്യമില്ല. തടി ഉണങ്ങുക എന്ന് പറയും, അതും ആവശ്യമില്ല. കാരണം അത് വട്ടക്കത്തില്ല, വളയത്തില്ല. അപ്പോൾ നിങ്ങൾ തടി വാങ്ങിക്കുമ്പോൾ ഉരുളാണ് വാങ്ങുന്നതെങ്കിൽ എപ്പോഴും വണ്ണമുള്ള തടി മാത്രം വാങ്ങുക. വണ്ണമുള്ള തടി കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ കോസ്റ്റ് കുറഞ്ഞ് തടി മേടിച്ചാൽ അത് നിങ്ങളുടെ കെട്ടിടത്തിന് ശാശ്വതമാകില്ല. ഇനി ഉരുളി മേടിക്കുമ്പോൾ കുറേ റിസ്ക് ഉണ്ട്. ഉരുളി മേടിച്ച് നിങ്ങൾ തടി അറക്കുമ്പോൾ ഈ അറക്കുന്ന തടിയുടെ വേസ്റ്റ്, അറക്കുന്ന തടിക്കയുടെ വിറക്, വെള്ളയുള്ള പോർഷൻ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. അത് വെറുതെ വേസ്റ്റായിട്ട് പോവുക. വിറകിൻ്റെ വില മാത്രമേ കിട്ടുകയുള്ളൂ. ടണ്ണിന് 1000 രൂപയോ 1200 രൂപയോ മാത്രം ഈ വിറകിന് ലഭിക്കുകയുള്ളൂ. അത് കൊണ്ടുപോകുന്നത് ഈ വിറക് ആവശ്യത്തിന് കാറ്ററിംഗുകാർ ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തടി ഉരുളായിട്ട് വാങ്ങിച്ചാൽ നിങ്ങൾക്കുള്ള നഷ്ടം ഈ വേസ്റ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഉരുളായിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മേടിച്ച തടി മുഴുവൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാനുള്ള, വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡും നിങ്ങൾക്ക് ഇല്ലെന്നാവും. എന്തുകൊണ്ടാണ്? നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള തടി കണക്കൂട്ടി നിങ്ങൾ തടി അറുത്തു. അത് പല ഭാഗത്തു നിന്ന് മോഷണം പോകാം, മിസ്മാനേജ്മെന്റ് വരാം. മില്ലിൽ നിന്ന് സാധാരണ ഇതിൽ റെപ്യൂട്ടഡ് മില്ലുകളിൽ നിന്ന് തടി അവർ മാറ്റില്ല. കാരണം മില്ല് വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതൊരിക്കലും അങ്ങനെ ഒരു ഫൗൾ പ്ലേ ഉണ്ടാകില്ല. പിന്നെ ഉണ്ടാകുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ നിങ്ങൾ തന്നെ ആ വാഹനത്തിൽ പോയില്ലെങ്കിൽ തടി നിങ്ങൾ കയറ്റിവിട്ട സാധനം മുഴുവൻ നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങണമെന്നില്ല. അത് വലിയൊരു റിസ്ക്കാണ്. പിന്നെ തടി നിങ്ങൾ സ്റ്റോക്ക് ചെയ്താലും പണി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മോഷണം പോകാനുള്ള സാധ്യത വളരെ ഹൈയാണ്. അപ്പോൾ ഉരുള് മേടിച്ച് നിങ്ങൾ അറക്കുമ്പോൾ നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയ തടികൾ മുഴുവൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉരുപ്പടിയായിട്ട് വാങ്ങുക. അതിന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള തടിയുടെ ഒരു ഉരുപ്പടി ലിസ്റ്റ് കാർപ്പൻ്ററോട് എടുക്കാൻ പറയാം, അല്ലെങ്കിൽ എഞ്ചിനീയറോട് എടുക്കാൻ പറയാം. അങ്ങനെ എത്ര ക്യൂബിക്കടി ഉരുപ്പടി വേണം എന്ന കൃത്യമായ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഉരുപ്പടിയായിട്ട് തന്നെ നിങ്ങൾ വാങ്ങുക. ഉരുപ്പടിയായിട്ട് വാങ്ങുമ്പോഴുള്ള റിസ്ക്, ഇത് വണ്ണം കുറഞ്ഞ തടിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോസ്റ്റ് വൈസ് കുറവായിരിക്കും, അതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടാകില്ല. അപ്പോൾ തടി അറക്കുമ്പോൾ വണ്ണമുള്ള തടിയിൽ നിന്നാണ് അറക്കുന്നത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുന്നതിന് അറക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഉണ്ടാകണം. കാർപ്പൻ്ററെ വരെ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തരുത്. കൂടെ നിർത്താം, കാർപ്പൻ്ററെ മാത്രം ഡെലിഗേറ്റ് ചെയ്ത് വിടരുത്. കാരണം അവിടെയും മിസ്മാനേജ്മെന്റ് വരാം. അപ്പോൾ
ഉരുപ്പടിയായിട്ട് വാങ്ങുന്നതിന് എന്താ ചെയ്യേണ്ടത്? ബില്ലിൽ ചെന്ന് ചോദിച്ചാൽ ഉരുപ്പടി തരില്ല. അവർ പറയും ഞങ്ങൾ ഉരുളേ കൊടുക്കുകയുള്ളൂ. എന്തുകൊണ്ടാ? ഉരുപ്പടി കൊടുക്കുമ്പോൾ ആ റിസ്ക് എടുക്കാൻ മില്ലുകാർ തയ്യാറല്ല എന്നുള്ളതാണ് കാരണം. എന്നാൽ നിങ്ങൾക്ക് കേരളത്തിലെ എവിടെയും ഉരുപ്പടിയായി വണ്ണമുള്ള തടിയിൽ നിന്ന് 80 ഇഞ്ച് 90 ഇഞ്ച് 100 ഇഞ്ച് തടിയിൽ നിന്ന് അറുത്ത് എടുത്ത് നിങ്ങളുടെ പ്രസൻസിൽ അറുത്ത് നിങ്ങളുടെ വർക്ക് സൈറ്റിൽ എത്തിക്കുന്നതിന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളുടെ അറക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കാർപ്പൻറ്റേഴ്സിനോട് കൊണ്ടുവരിക. കാർപ്പൻറ്റേഴ്സിനോട് കൊണ്ടുവന്നിട്ട് ഈ തടി അവർക്കൂടെ ബോധ്യപ്പെട്ട് വേണം ഫൈനലായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ കാർപ്പൻ്റർ അവിടെ ചെല്ലുമ്പം പറയും ഇത് സൂട്ടബിൾ അല്ല, ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അവരുടെ പ്രസൻസിൽ തന്നെ അറുത്താൽ, നിങ്ങളുടെയും കാർപ്പൻ്ററുടെയും കൂടി ഉള്ള പ്രസൻസിൽ അറുത്താൽ അങ്ങനെ ഒരു റിസ്ക് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറുത്ത ഉരുപ്പടി ലഭിക്കുന്നതിന് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.